ഗീതാ വിജയൻ മലയാള സിനിമയിൽ ഒരു സമയത്ത് ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ളയാളാണ്. ഗീതാ വിജയൻ താങ്കൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, താങ്കൾ മോശമായി പെരുമാറി എന്ന രീതിയിൽ. അത് സത്യത്തിൽ ഞാനത് കേൾക്കുമ്പോൾ എനിക്കൊരു അതിശയമായിട്ടാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവം എന്റെ സെറ്റിൽ, ചാഞ്ചാട്ടത്തിന്റെ സെറ്റിൽ നടന്നിട്ടില്ല. 91 കാര്യമാണിത്. 91 ഞാൻ സിനിമ തുടങ്ങി വന്ന കാലമാണ്. ആ സമയത്തൊക്കെ ഒരു ആർട്ടിസ്റ്റിനോടൊക്കെ ഞാൻ ബഹുമാനത്തോടുകൂടി പെരുമാറുന്ന ഒരു സമയമാണ്. അപ്പോ ആ രീതിയിൽ ഒരു ആർട്ടിസ്റ്റിന്റെ മുമ്പിലും ഞാൻ അങ്ങനെ മോശമായി പെരുമാറിയിട്ടില്ല. പിന്നെ ഗീതാ വിജയന്റെ റൂമിലേക്ക് പോയി തട്ടി എന്നൊക്കെ പറയുന്നത് ശുദ്ധ നുണയാണ്. അങ്ങനെ ഒരു സംഭവമേ എന്റെ സെറ്റിൽ നടന്നിട്ടില്ല. അവിടെ ഉർവശി ഉണ്ടായിരുന്നു, അവിടെ മനോജ് കെ ജയനുണ്ട്, ജയറാമുണ്ട്, സിദ്ദിഖുണ്ട്, എല്ലാവരും ഉള്ള ഒരു സെറ്റ്. സിദ്ദിഖ് എന്നും വൈകുന്നേരം അവിടെ എന്റെ റൂമിൽ വന്നിരുന്നതും അവിടെ ഗീതാ വിജയനായിട്ടും സംസാരിച്ചിട്ടൊക്കെ പോകുന്ന അത് എത്രയെങ്കിലും പ്രാവശ്യം ഉള്ളതാണ്. കഥാ ഡിസ്കഷന് വേണ്ടിയും ഒക്കെ വന്നിരുന്നിട്ടുള്ള വളരെ സന്തോഷമായിട്ടുള്ള ഒരു സെറ്റായിരുന്നു അത്. പിന്നെ പോകുന്ന സമയത്തും ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്ന സമയത്തും വളരെ സന്തോഷമായിട്ടാണ് അവിടുന്ന് പിരിഞ്ഞു പോയത്. പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിറ്റേന്ന് സെറ്റിൽ വരുമ്പോഴെങ്കിലും ആ ഒരു ഫേസ് കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യില്ല, ആരോടെങ്കിലും പറയുകയൊക്കെ ചെയ്യില്ല. ഉർവശിയോടൊക്കെ പറഞ്ഞാൽ തന്നെ ഉർവശി എന്നോട് പറയുമായിരുന്നു, ചോദിക്കുമായിരുന്നു. അങ്ങനെയൊന്നും ഒരു സംഭവമേ സത്യത്തിൽ നടന്നിട്ടില്ല, നടക്കാത്ത കാര്യമാണിത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗീതാ വിജയൻ അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗീതാ വിജയനെ പിന്നെ അടുത്ത വേറെ സിനിമയിലേക്കൊന്നും ഞാൻ വിളിച്ചിട്ടില്ല. പല സ്ഥലത്ത് വെച്ച് നമ്മൾ ഫംഗ്ഷനിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ട് എന്നോട് ഷേക്ക് ഹാൻഡ് തന്ന് സംസാരിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അത് അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഒരിക്കലും എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് എന്റെ പേരിൽ ഇങ്ങനെ വലിച്ചഴിച്ച എന്താണെന്ന്. കാരണം ഞാൻ എന്റെ 34 സിനിമ തമിഴ് സിനിമ വരെ ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോ എത്രയോ നായികന്മാർ എന്റെ സിനിമയിൽ അഭിനയിച്ചു, എത്രയോ ആർട്ടിസ്റ്റുകൾ എന്റെ സിനിമയിൽ അഭിനയിച്ചാണ്. ഒരു മനുഷ്യര് പോലും എന്നെ കുറിച്ച് ഒരു കംപ്ലൈന്റോ ഒരു ഗോസിപ്പോ ഇതുവരെ വരാത്ത ഒരാളാണ് ഞാൻ. അപ്പോ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നേക്കുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ മറ്റൊരു പരാതി കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ശ്രീദേവിക എന്ന ഒരു നടി, അവരും തുളസീദാസിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു പരാതി തന്നെ കൊടുത്തിട്ടുള്ളയാളല്ലേ? അമ്മയിൽ തന്നെ അങ്ങനെ ഒരു പരാതി വന്നിട്ടുള്ളതല്ലേ തുളസീദാസ്? അല്ല, അമ്മയിൽ അങ്ങനെ ഒരു പരാതി വന്നതായിട്ട് എനിക്കറിയില്ല. അവിടെയും ഞാൻ ആരെയും ഒരു ശരീരത്തിൽ തൊടുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളോ ഒന്നും അല്ല അവിടെ ഒരു സ്ഥലത്തും നടന്നിട്ടില്ല. പിന്നെ ശ്രീദേവികയുടെ കാര്യവും ഗീതാ വിജയൻ പറയുന്നത് കഥകളിൽ മുട്ട് കേട്ട് അവിടെ തുറന്നു നോക്കിയപ്പോൾ കോറിഡോറിൽ ഞാൻ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പറയുമ്പോഴത്തേക്ക് ഇത് ആര് കഥ മുട്ടി, ആര് എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ചോദ്യമുണ്ട്. അതൊന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. ഗീതാ വിജയന് ദേവികയെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ശരിക്കും വഴക്ക് പറഞ്ഞു. അതായത് ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിട്ട് 1 മണിക്കൂർ സമയം എടുത്തപ്പോൾ ഞാൻ ഒരു ദിവസം ഒരുപാട് വഴക്ക് പറഞ്ഞ് അതായത് ഉർവശിയും ശോഭനയൊക്കെ നിങ്ങൾ കണ്ടു പഠിക്കേണ്ടതാണ്. കാരണം അവരൊക്കെ 5 മിനിറ്റ് കൊണ്ട് ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരും. പിന്നെ റോഡിലാണെങ്കിൽ ഇപ്പോൾ ഒരു സാരി മറച്ച് ഡ്രസ്സ് ചെയ്ത് വരുന്നവരാണ്. അത്രയും അവർ കോപ്പറേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ 1 മണിക്കൂറൊക്കെ ഒരു സമയം എടുത്ത് ഡ്രസ്സ് ചെയ്ത് വരുമെന്നാൽ നമുക്ക് എത്ര ഷൂട്ടിംഗ് പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ പുതിയൊരു നായികയാണ്, പുതിയതായിട്ട് വന്നതാണ്, അപ്പോ അങ്ങനെ പെരുമാറുന്നൊക്കെ പറഞ്ഞ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും പിന്നെ ഇല്ലാതെ അത് കഴിഞ്ഞ ശേഷം അടുത്ത ഷെഡ്യൂളിലാണ് ഞങ്ങൾ നെല്ലിയാമ്പതിയിൽ ഷൂട്ടിങ്ങിന് പോയത്, പാട്ടെടുക്കാൻ. ഷൂട്ടിംഗ് കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് അവിടുന്ന് ചിരിച്ചു കളിച്ച് ഷേക്ക് ഹാൻഡ് ചെയ്ത് ഫോട്ടോ എടുത്ത് പിരിഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്. ശ്രീദേവിയെ കുറിച്ചാണോ ഗീതാ വിജയനെ കുറിച്ചാണോ? ഗീതാ വിജയൻ ഈ രണ്ട് കാര്യങ്ങളും ഈ നെല്ലിയാമ്പതിയുടെ കാര്യം പറഞ്ഞതൊക്കെ ഞാൻ ശ്രീദേവിയെ കുറിച്ചാണ്. പക്ഷേ ഗീതാ വിജയൻ ഈ ചാഞ്ചാട്ടത്തിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇതേ തുളസീദാസ് തന്നെ ശ്രീദേവി കേന്ദ്രം നടിക്കുന്നവരെയും മോശമായി പെരുമാറി. രണ്ടും പറഞ്ഞത് അതാണ്. രാഷ്ട്രം പറഞ്ഞത് ശ്രീദേവിയുടെ കാര്യമാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടിയുണ്ട് തുളസീദാസ്. അങ്ങനെ ഒരു നടി വെറുതെ പറയുമോ? അവര് ഒരു സമയത്ത് വളരെ തിരക്കുള്ള ഒരു നടിയായിരുന്നു. പറയുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പോ അന്വേഷിക്കട്ടെ, അന്വേഷണത്തിൽ കൂടെ വരട്ടെ. അപ്പൊ ഇത് അന്വേഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അന്വേഷിക്കണം. റീടേക്കിന്റെ കാര്യം അവർ പറഞ്ഞിരുന്നു. ഈ ഡേറ്റ്സ് ഒക്കെ വേസ്റ്റ് ചെയ്ത് റൂമിൽ ഇരുത്തിയിരുന്നു എന്നൊക്കെ താങ്കൾക്കെതിരെയുള്ള ആരോപണമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗീതാ വിജയൻ. റൂമില് ഈ ഷെഡ്യൂളുകൾ തെറ്റിച്ചു റൂമിലിരുത്തി എന്നൊക്കെ, അതായത് ഇങ്ങനെ ഈ മോശമായി
വന്നാൽ അതിന്റെ തെളിവ് കേട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാണ് എന്നെ കുറിച്ച് പറയാനുള്ള ഒരു രീതിയിൽ ഞാൻ മാനനഷ്ട കേസിന് ഫയൽ ചെയ്യും. ഓക്കെ, അവർ പറഞ്ഞത് ഞങ്ങൾ ഒന്നിച്ചൊരു സ്റ്റേറ്റ്മെന്റ് തരും, ഒന്നിച്ച് കാര്യങ്ങൾ പറയുമെന്നാണ് ഗീതാ വിജയൻ ഇപ്പോൾ അതെ ആനന്ദ വരട്ടെ, അവർ വരട്ടെ കേട്ടോ. ശരി, നന്ദി. ഇത്രയും പ്രതികരിച്ചത് ഗീതാ വിജയൻ ന്യൂസ് 18-ുമായിട്ട് പ്രതികരിച്ചിരുന്നു. അവരുടെ പ്രതികരണത്തിലേക്ക് വരാം. ഫിർമ കമ്മിറ്റി ഫൈൻഡിങ്സ് ആക്ച്വലി നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇത് ഇപ്പൊ വന്നത് വളരെ നന്നായി. ആക്ച്വലി ഇറ്റ് വാസ് ഇനവിറ്റബിൾ ടു ദ ഇൻഡസ്ട്രി. താങ്ക്സ് ടു ദ പിണറായി വിജയൻ ഗവൺമെന്റ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദിസ്. ആൻഡ് പിന്നെ എന്താ ഞാൻ പറയാ, കാരണം ഇത് ഇപ്പോ ഈ ഒരു ഇത് വളരെ നന്നായി ഇത് വന്നത്. ആക്ച്വലി എപ്പോഴോ വരേണ്ടതായിരുന്നു. ആൻഡ് ഇപ്പൊ ഈ കമ്മിറ്റി ഫൈൻഡിങ്സ് ഇപ്പൊ എല്ലാവരും ഒന്ന് ഭയപ്പെടുന്നുണ്ട്. എവറിബഡി ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് അണ്ടർഗോൺ ട്രോമാസ് ആൻഡ് എവറിഥിങ്. അപ്പോ അതുകൊണ്ട് ഈ വന്നത് വളരെ നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴാണ് ധൈര്യപൂർവ്വം എല്ലാവർക്കും പറയാൻ പറ്റുന്നത്. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് പറഞ്ഞാലും ആരും അത് അധികം ചെവി കൊള്ളില്ല. എല്ലാവരും ഒരു കാതിൽ കേട്ട് മറ്റേ കാതിലും അത് ഇതാവും. അങ്ങനെയായിരുന്നു. ഇപ്പോ ഈ ഒരു ഫ്രീഡം തന്നത് ഈ ഫൈൻഡിങ്സ് തന്നെയാണ്. ആ ഫ്രീഡം എന്നും ഉണ്ടാവണം. ഈ അട്രോസിറ്റീസ് ഒക്കെ നിൽക്കണം. അതാണ് ഞാൻ പറയുള്ളൂ. കാരണം സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിൽ വേണ്ടത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ്. അങ്ങനെ ഒരു നല്ലൊരു എൻവറോൺമെന്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരു സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണ്ടേ ഏത് വിധത്തിലും? അങ്ങനെ ഒരു കാരണം എല്ലാവരും ഭയന്ന് എല്ലാവർക്കും ഒരു ടെൻഷനാണ്. എന്തെങ്കിലും വിധത്തിലുള്ളൊരു ഇത് വരുമോ അങ്ങനെ ഞാൻ ജനറലൈസ് ചെയ്ത് പറയില്ല, ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. അതുകൊണ്ട് ഇപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ പറയാം, AMNA ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഐ ഹാവ് ഫേസ്. പക്ഷെ ഞാൻ അത് ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഒരു ഭയമുണ്ട്. ദേ ആർ സ്കെയർഡ് ഓഫ് മീ ആൻഡ് എന്നെ അവോയ്ഡ് ചെയ്തിട്ട് പ്രോജക്ട്സിനെ അവോയ്ഡ് ചെയ്ത് ഞാൻ പോടാ പുല്ലേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ അവോയ്ഡ് ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ യു ആർ ഓൾ നിങ്ങളൊക്കെ വെറും മോർട്ടൽസ് ആണ്. ദർ ഇസ് എ പവർ അബവ് എവറിബഡി. നിങ്ങൾ എല്ലാത്തിന്റെ മേലും നിന്നോ ഇരിക്കുന്നത്. അപ്പൊ എനിക്കുള്ള പ്രോജക്ട്സ് എനിക്ക് വരും. പ്രതികരിച്ചതിന്റെ പേരിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗീതാ വിജയന്. ഉണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ വാട്ട്? എന്നിട്ടും ഞാൻ ഇന്നലെ എന്നെ ഇൻഡസ്ട്രീനെ പുറത്താക്കുന്ന 91-ല് പറഞ്ഞ ധീരന്മാരുണ്ട്. ഞാൻ പറഞ്ഞു പുറത്തായിക്കോട്ടെ, സോ വാട്ട് എന്നാണ് എന്റേത്. ഞാൻ ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഐ എം ഗോയിങ് ടു ഗിവ് എ കമ്പൈൻഡ് സ്റ്റേറ്റ്മെന്റ് വിത്ത് സംബഡി. അപ്പൊ ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ അതൊന്നും പറയാൻ പറ്റില്ല. അതാണ്. ഇതുപോലെ വാതിൽ തട്ടലും മുട്ടലും തന്നെയായിരുന്നു. ഫോൺ വിളിയും അന്ന് ഇന്റർകോം ഇതാണ് ഉണ്ടല്ലോ ഹോട്ടൽസില്, ഫോൺ വിളി, ഇൻസിഡന്റ് കോൾ അറ്റ് നൈറ്റ് ആൻഡ് കോളിംഗ് ബെൽ അടിക്കല്, വാതിൽ തട്ടല്, മുട്ടലൊക്കെയായിരുന്നു. എനിക്ക് ഒരു ഫസ്റ്റ് 2 days ഞാൻ മിണ്ടാതെ ഇരുന്നു. അതായത് ഓക്കെ ഇതായിട്ട് 3rd day എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ ഇറ്റ് കെപ്റ്റ് കണ്ടിന്യൂയിങ്. ചിലരെന്താ വെച്ചാൽ നമ്മള് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് നിർത്തും. ഇതില്ല. അവസാനം ഞാൻ എന്റെ വാതിൽ തള്ളി തുറന്നു. എന്നിട്ട് ഞാൻ ചീത്ത വിളിയെന്ന് പറഞ്ഞാൽ അത്രയും ചീത്ത വിളിച്ചിട്ട് ആ കോറിഡോറിലുള്ള എല്ലാവരും ഒരുവിധം എല്ലാവരും അറിഞ്ഞു അത്. പിന്നെ അതിങ്ങനെ സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സെറ്റിൽ എനിക്ക് പിന്നെ ഡയറക്ടർ എന്നെ കണ്ടാമുണ്ടില്ല, എനിക്ക് സീൻ പറഞ്ഞു തരില്ല, ഒന്നുമില്ല. ഉള്ള സീൻസ് ഒക്കെ കട്ട് ചെയ്തു എന്നെ റൂമില് എന്താ പറയാ 10 days ആയിരുന്നു ഡേറ്റ്സ്. ആദ്യത്തെ 3 ദിവസം ഈ 3 days കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ വർക്ക് ചെയ്യില്ല. അതായത് എന്നെ വെറുതെ റൂമിൽ ഇതൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഐ ഡോണ്ട് കെയർ, എന്ത് നിങ്ങളുടെ ഡേറ്റ് ആണ്, യു ഡു വാട്ട് യു വാണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുക. 10ാമത്തെ ദിവസം 10 days ആയിരുന്നു ആ വർക്കിന്റെ ഇത്. ആ 10th day കഴിഞ്ഞ ശേഷം ഞാൻ വേറെ പടത്തിന് സെയിം കൊച്ചി തന്നെ ഡേറ്റ് കൊടുത്തു വന്നു. അപ്പോഴാണ് അപ്പോഴാണ് പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ അയ്യോ എന്താണ് ഇങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞു അതെ, എന്നെ എങ്ങനെ ചെയ്തു, ഞങ്ങളോട് ഒരു വാക്ക് പറയാറുന്നില്ലേ എന്ന് അവര് പറഞ്ഞു. ഞാനാണ് ഫേസ് ചെയ്യുന്നത്, സോ ഐ മസ്റ്റ് റിയാക്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ റിയാക്ട് ചെയ്തത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഇവരടുത്ത് ചോദിക്കുക. അവര് ബാക്കി ഞാൻ ഇത്രയും ദിവസം തന്നെ വെറുതെ എത്തിയത് നിങ്ങൾ ആരും കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒരു ഇതും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ആളാണ്. എനിക്ക് വന്ന ഇഷ്യൂ ഞാൻ തന്നെ സോൾവ് ചെയ്യണമെന്ന് ഞാൻ പണ്ടേ എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഐ സ്റ്റിൽ ഡു ദാറ്റ്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പൊ അവർ ഗ്രൂപ്പ് അല്ലല്ലോ. ഓരോ സിനിമയില് ഓരോ കാര്യങ്ങള് ഒരു സിനിമയിൽ ചിലപ്പോൾ പ്രൊഡ്യൂസർ ആയിരിക്കും എല്ലാം മിസ്റ്റേക്ക് എന്നിട്ടാവുക, ഒരു സിനിമയിൽ ഡയറക്ടർ ആയിരിക്കും മോസ്റ്റ് പവർഫുൾ. ഏതാണോ ഓരോ അതാണ് പറഞ്ഞത്, ഓരോ പ്രോജക്റ്റിലും ഒരാൾ പവർഫുൾ ആയിട്ടുണ്ടാവില്ല, ഒരു ക്യാപ്റ്റൻ ഉണ്ടാവുമല്ലോ, ഒരു ഹെഡ് ഉണ്ടാവുമല്ലോ, അവരായിരിക്കും മിസ്റ്റേക്ക് ചെയ്യുക.
അപ്പൊ ഈ ഗ്രൂപ്പ് എന്നുള്ളതല്ല, ആ ഇൻഡിവിജ്വൽ പറയുന്നത് പോലെ ബാക്കിയുള്ളവർക്ക് ചിലപ്പം ചിലർ ചെയ്യില്ല, ചിലര് അതിന് താഴെയുള്ളവർ ചിലര് ചെയ്യും. ജനറൽ സെക്രട്ടറി പോസ്റ്റിന് പോലും, കാരണം ഒരു അലിഗേഷൻ ഉള്ള വ്യക്തി ആ അലിഗേഷൻ തീർത്തിട്ട് വേണമായിരുന്നു ഇങ്ങനെ ഇത്രയും ഇമ്പോർട്ടന്റ് പോസ്റ്റില് ഇലക്ഷനിൽ നിൽക്കാൻ തന്നെ. അതെന്തുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ആയില്ല എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ മനസ്സിലത് വിചാരിച്ചിരുന്നു. ഈ അലിഗേഷൻ ഉണ്ടല്ലോ, 2019 or 18 അലിഗേഷൻ വന്നത്. പിന്നെ അപ്പൊ അത് റിസോൾവ് ആയില്ല. അപ്പൊ ഹൗ ക്യാൻ എ പേഴ്സൺ ഈ ഹൂ ഫേസസ് സച്ച് ഇതായിട്ടുള്ള ഡ്രാസ്റ്റിക് അലിഗേഷൻ എങ്ങനെ ഈ ഒരു പോസ്റ്റിൽ നിൽക്കും എന്നുള്ള ഒരു ഇത്. അപ്പൊ അതൊക്കെ ആരാണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവുക? അവരോട് ചോദിക്കണം, നോട്ട് മീ. കാരണം ഐ എം ജസ്റ്റ് അണ്ടർഡോഗ് ഇൻ ANMA. ഗീതാ വിജയൻ തുറന്നു പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംവിധായകൻ തുളസീദാസിനെതിരെയുള്ള ആരോപണമായിരുന്നു. 1991 ചാഞ്ചാട്ടം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇങ്ങനെയൊരു മോശം അനുഭവം ഉണ്ടായതെന്ന് ഗീതാ വിജയൻ പറയുകയാണ്. വാതിലിൽ വന്ന് തുടർച്ചയായി മുട്ടുകയായിരുന്നു. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു, ചീത്ത വിളിച്ചു സംവിധായകനെ. അതിനുശേഷം സംവിധായകൻ സെറ്റിൽ മിണ്ടാതായി. അതുപോലെ തന്നെ സീനുകൾ വിവരിച്ചു തരുന്നില്ലായിരുന്നു. റൂമിൽ വെറുതെ ഇരുത്തി തൻ്റെ ഷെഡ്യൂളുകൾ വെറുതെ വേസ്റ്റ് ചെയ്തു എന്നാണ് ഗീതാ വിജയൻ പറഞ്ഞത്. എന്നാൽ ഈ ആരോപണം സംവിധായകൻ തുളസീദാസ് നിഷേധിച്ചിരിക്കുകയാണ്.